വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 7, 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ വിജ്ഞാനം. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്നു പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവിടത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ. ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. അവനിൽ അനീതിയില്ല. മോശ നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ? എന്നിട്ടും നിങ്ങൾ ആരും നിയമം പാലിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? ജനങ്ങൾ പറഞ്ഞു, നിനക്ക് പിശാചുണ്ട്. ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? യേശു പ്രതിവചിച്ചു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്. അതനുസരിച്ച് സാബത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു. മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാബത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ, സാബത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ? പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. ദൈവം യഥാർത്ഥ അറിവിന്റെ സ്രോതസ്. സാധാരണ മനുഷ്യർ സാമാന്യമായി അറിവ് സമ്പാദിക്കുന്നത് കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും ജീവിച്ചും ഒക്കെയാണല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള അറിവ് വളരെ അധികം യേശുവിന് സ്വന്തമായിട്ട് അവകാശപ്പെടാനില്ല എന്നത് യേശുവിന്റെ സമകാലികർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സമകാലികരിൽ ചിലർ അത് വെളിപ്പെടുത്തുന്നതായിട്ടും കാണുന്നു. ഇവനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ രീതിയിൽ സമകാലികർ പ്രതികരിച്ചതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നു. എന്നാൽ യേശു അതിന് ഉത്തരം എന്ന രീതിയിൽ വ്യക്തമാക്കുകയാണ്. തന്റെ അറിവ്, തന്റെ ജ്ഞാനം കണ്ടും കേട്ടും പഠിച്ചും ജീവിച്ചുമുള്ള അറിവിനേക്കാൾ ദൈവവുമായിട്ട് സത്താപരമായ ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സംജാതമാകുന്ന അറിവാണ് തന്റെ അറിവ് എന്ന് യേശു വ്യക്തമാക്കുകയാണ്. ആ അറിവാണ് യഥാർത്ഥത്തിൽ യേശുവിന്റെ വിജ്ഞാനം. ആ വിജ്ഞാനത്തിൽ നിന്നാണ് യേശു സംസാരിക്കുന്നത്. ഇത് യേശുവിന് ഉള്ള അത്ര രീതിയിൽ മറ്റു വ്യക്തികൾക്ക് ഉണ്ടാകാൻ ഇടയില്ല. കാരണം യേശു ദൈവമായിട്ട് സത്താപരമായിട്ട് ബന്ധപ്പെട്ട പോലെ വെറും മനുഷ്യരായിട്ടുള്ള ആളുകളെ എത്ര വിശുദ്ധരായാലും സത്താപരമായിട്ടുള്ള ബന്ധം അവർക്ക് അവകാശപ്പെടാനില്ല. എങ്കിലും ദൈവമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സാമാന്യം മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം അറിവുകൾ സമ്പാദിക്കുന്നതും വിജ്ഞാനം പുറപ്പെടുവിക്കുന്നതുമായിട്ടുള്ള വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ആവിലായിലെ വിശുദ്ധ ത്രേസ്യ, ആർസിലെ വിശുദ്ധ വിയാനി തുടങ്ങിയവരൊക്കെ. ഇവരുടെ വിജ്ഞാനം അത് ദൈവത്താൽ നിവേശിതമായിട്ടുള്ള ജ്ഞാനമാണ്. ഇവിടെ ഒരു അബദ്ധം സാധാരണ മനുഷ്യന് വന്നു പെടാറുണ്ട്.
ശരാശരി മനുഷ്യന്റെ അറിവിനെ അതിജീവിക്കുന്ന അറിവുകള് ശരാശരി മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ പെട്ടെന്ന് അതിനെപ്പറ്റി വിധി പറയുന്ന ഒരു പ്രവണത സാമാന്യമായിട്ട് നമ്മൾ കാണുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും അത് നിഴലിക്കുന്നുണ്ട്. യേശു വിജ്ഞാനം വിദീരണം ചെയ്തപ്പോ ശ്രോതാക്കളിൽ ചിലർ കമന്റടിക്കുകയാണ്, ഇത് ഒരു തരം വട്ട് കേസാണ്, ഇതൊരു തരം മാനസിക രോഗമാണ്, വിഭ്രാന്തിയാണ് എന്ന രീതിയിൽ പോലും അതിന് അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാൻ ഇടവന്നു. ഇതന്ന് മാത്രമല്ല, ഈ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്നും നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യങ്ങള് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ കാര്യങ്ങൾ ഗ്രഹിക്കാതെ ഉടനെ അതൊരു വട്ട് കേസാണ് എന്ന് വിധി എഴുതാനുള്ള പ്രവണതയിൽ നിന്ന് നാം പലപ്പോഴും അവധാനതയോടുകൂടെ വീണ്ടും വിചാരത്തോടുകൂടെ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അസീസിയിലെ ഫ്രാൻസിസിനെയും ജനങ്ങൾ ചില വട്ടാണ് എന്ന് വിളിച്ചതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ പറയാൻ യഥാർത്ഥത്തിൽ വലിയ വിജ്ഞാനം വേണ്ട. അപ്പോ യഥാർത്ഥത്തിലുള്ള വിജ്ഞാനവും മനുഷ്യൻ വിചാരിക്കുന്ന സുബോധം നഷ്ടപ്പെട്ട സ്ഥിതിയും ഏതാണ്ട് ഒരുപോലെയാകുന്ന ഒരു രീതി കടന്നു വരുന്നുണ്ട്. വട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ടു എന്നുള്ള സ്ഥിതിയാണ്. ദൈവത്താൽ നിവേശിതമായിട്ടുള്ള അറിവാനാൽ മനുഷ്യൻ സംസാരിക്കുമ്പോഴും ഒരു പരിധി വരെ സാധാരണ മനുഷ്യന് മനസ്സിലാക്കുന്നതിന്റെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന മാതിരി തോന്നും. ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പെട്ടെന്നുള്ള നിഗമനങ്ങള് എത്തിപ്പെടാതെയും യാഥാർത്ഥ്യങ്ങൾ അവധാനതപൂർവ്വം മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി വിശേഷം നാം നേടിയെടുക്കേണ്ടതുണ്ട് എന്നൊരു സത്യം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് വേണം വിചാരിക്കാൻ.